KSFയിലൂടെ വീണ്ടും കേരളത്തിന് നമ്പർ 1 പദവി. 1 ലക്ഷം കോടി രൂപ ബിസിനസ് നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടമാണ് KSFE സ്വന്തമാക്കിയിരിക്കുന്നത്. കേരളത്തിന് ഒരു നമ്പർ 1 പദവി കൂടി. KSFയിലൂടെയാണ് ഈ പുതിയ നേട്ടം കൈവരിച്ചത്. കേരളത്തിനും കേരളത്തിൻ്റെ ധനകാര്യ മേഖലയ്ക്ക് വിശേഷിച്ചും അഭിമാനം പകരുന്ന നിമിഷമാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് ഇതുപോലൊരു സ്ഥാപനം ഇത്ര വലിയ നേട്ടം കൈവരിക്കുന്നത്. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ KSFE ഒരു മാതൃകയാണെന്ന് ധനമന്ത്രി പറഞ്ഞു. KSFE സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചിട്ടി സ്ഥാപനമാണ്. ഇന്ത്യയിൽ ധാരാളം സ്ഥാപനങ്ങൾ ചിട്ടി നടത്തി വലിയ തോതിൽ പണം തട്ടിച്ചുകൊണ്ടുപോകുന്ന സംഭവങ്ങൾ പല സംസ്ഥാനത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അവിടെയാണ് സർക്കാരിന് ഗ്യാരണ്ടി കമ്മീഷൻ കൃത്യമായി കൊടുത്ത് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നതിൽ KSFE മുന്നേറുന്നത്. KSFE ഹാർമണി ചിട്ടി ഇടപാടുകാർക്ക് ഓണക്കാലത്ത് നൽകുന്ന ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. KSFE ഈ നാടിന്റെ ധൈര്യം എന്ന ടാഗ് ലൈനിന്റെ ഉദ്ഘാടനം ബ്രാൻഡ് അംബാസഡർ കൂടിയായ ചലച്ചിത്ര താരം സുരാജ് വെഞ്ഞാറമൂട് നിർവഹിച്ചു. ഓരോ മലയാളിക്കും ഉണ്ടാവും ഒരു KSFE കഥ പറയാൻ. ആ കഥകളിലൂടെയാണ് ഈ നാടിന്റെ ധൈര്യമായി KSFE മാറുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 1000 കോടി രൂപയുടെ പുതിയ ചിട്ടി പദ്ധതികൾക്ക് KSFE തുടക്കം കുറിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ വലിയ തോതിലുള്ള സംരക്ഷണവും ഇടപെടലുമാണ് ഞങ്ങൾക്ക് നൽകിയത്. 100 കോടിയിൽ നിന്നും ഷെയർ 200 കോടിയായി വർദ്ധിപ്പിച്ചു. പൂർണ്ണമായി അത് ഗവൺമെൻറ്റിൻ്റെ പണമാണ്. നല്ല ലാഭമാണ് KSFE ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ലാഭവിഹിതവും അതുപോലെ തന്നെ ഗ്യാരണ്ടി കമ്മീഷനുമായി നല്ലൊരു തുക ഞങ്ങൾ സർക്കാരിലേക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒട്ടേറെ കാര്യങ്ങൾ 518 കോടിയോളം രൂപയുടെ ആശ്വാസ പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ഇടപാടുകാർക്ക് ഞങ്ങൾക്ക് കൊടുക്കാനായി. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനം ചിട്ടികൾ ഓരോ ഇടപാടുകാർക്കും ഇണങ്ങുന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബാങ്കിങ് എന്നുള്ള നിലയിൽ നമ്മൾ കണക്കാക്കിയാൽ KSFE ബാങ്കിങ്ങോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ്ങോ ആയിട്ടുള്ള സ്ഥാപനമേ അല്ല. ചിട്ടിയാണ് പ്രധാനപ്പെട്ട ഉൽപ്പന്നം. അതേസമയം തന്നെ ബാങ്കുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിലവിലുള്ളതിന് സമാനമായിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾ കൂടി KSFEയുടെ പക്കലുണ്ട്. അതാണ് ചെറുകിട നിക്ഷേപങ്ങളും ചെറുകിട വായ്പകളും. ഈ സാമ്പത്തിക വർഷം തുടക്കത്തിൽ തന്നെ സ്വർണ്ണ വായ്പ 10,000 കോടി രൂപ കടന്നു. ഡിവിഡന്റ്, ഗ്യാരണ്ടി കമ്മീഷൻ തുടങ്ങിയ ഇനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് 920 കോടി രൂപയും KSFE നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.